ബന്ധപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ദിവസങ്ങൾ നമ്മുടേതാണ്. ഈ ദ്വീപിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു പട്ടേലിനെയോ മറ്റൊരു അഡ്മിനിസ്ട്രേറ്ററെയോ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പടപ്പിനെ ഭയപ്പെട്ടാൽ മതി, പടപ്പിന്റെ മാനദണ്ഡത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ രാജ്യം, ഈ ദ്വീപ് ഇന്ന് കോൺഗ്രസിന്റെ കരങ്ങളിൽ, ഹംദുല്ലാഹ് സയ്യിദിന്റെ കരങ്ങളിൽ ഭദ്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതൊരു താക്കീതാണ്. 400 വോട്ട് കവരത്തിയിൽ വിൻപിടിച്ചവർ എവിടെ പോയിരിക്കുന്നു? 400 വോട്ടിന്റെ ഭൂരിപക്ഷം നിങ്ങൾ നോക്കൂ. 322ന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് ലക്ഷദ്വീപിന്റെ തലസ്ഥാന നഗരി നിലകൊള്ളുകയാണ്. ആത്മാഭിമാനത്തോടെ, സന്തോഷത്തോടെ പുളകിതമായി കൊണ്ട് ലക്ഷദ്വീപിലെ യുവാക്കൾ, തലസ്ഥാന നഗരിയിലെ യുവാക്കൾ തെരുവോരങ്ങളിൽ ആർഭാടാഹ്ലാദനൃത്തം ചവിട്ടിയ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ ലക്ഷദ്വീപിന്റെ തലസ്ഥാന നഗരിയിലും മറ്റിതര ദ്വീപുകളിലും തെരുവോരങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം ആഘോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ പൂത്തിരിയുടെ മുത്താപ്പുകൾ ലക്ഷദ്വീപിലാകമാനം കത്തിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ജൈത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിൽ 2 വാക്ക് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി. അടുത്ത 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി